അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കുമുള്ള പ്രത്യേക ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇത്. ഏറ്റവും അവസാനമായി പുറ്റിങ്ങൽ അപകടത്തെ പറ്റിയാണ് ഞാൻ ഓർത്തത്. 101 പേരാണ് അന്ന് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത്. അന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഞങ്ങളന്ന് വളരെ കർശനമായി പിന്നീട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് തൃശ്ശൂർ പൂരത്തിനും പാവർട്ടിയിലെ പള്ളിയിലെ പെരുന്നാളിനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇളവുകൾ പിന്നീട് വരുത്തുകയുണ്ടായി. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ വെടിക്കെട്ടിനുള്ള സൗകര്യങ്ങൾ ഒരുക്കരുതെന്ന്. പക്ഷേ കാലാന്തരത്തിൽ പിന്നീട് അതെല്ലാം മാറി. ഇപ്പം ഇത്രയും വലിയൊരു വെടിക്കെട്ട് നുള്ള സാമഗ്രികൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു ഫയർ എഞ്ചിൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട്, പെരുന്നാൾ നടക്കുന്നുണ്ട്, കരിമരുന്ന് പ്രയോഗം ഉണ്ടാകും, വെടിക്കെട്ടുണ്ടാകും. പക്ഷെ ആ സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇത് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ആളുകളും സ്വയം സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കണം. ഇത്തരം വിഷയങ്ങളെപ്പറ്റിയെല്ലാം ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മേലിൽ ഇനിയും ഇത്തരം ഒരു അപകടം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പറയുന്നത്. അതുതന്നെ കേന്ദ്ര ഗവൺമെൻറ് 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് ശരിയല്ല, അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപയാണ് കൊടുത്തത്, അതും വർദ്ധിപ്പിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ അവരുടെ കുടുംബത്തെ താങ്ങി നിർത്തണം. ഇവിടെ